ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് ഞാനേ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നേക്കണേ. ഞാൻ മുമ്പ് അഗാരോന്റെ 2-3 പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന്റെ റിവ്യൂ ചെയ്തപ്പോൾ വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഇതാണ്, അഗാരോ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ. അതായത് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ട് സ്ക്രബ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതി. പിന്നെ ഇത് ബാത്റൂം കഴുകാനും അതുപോലെ ടൈലുകള്, ബാത്റൂമിന്റെ സൈഡ് ടൈൽ ഉണ്ടല്ലോ, അതൊക്കെ കഴുകാനും വാഷ് ബേസിൻസ് കഴുകാനൊക്കെ സെപ്പറേറ്റ് സംഭവങ്ങളുണ്ട്. നീട്ടം കൂട്ടാനുള്ള സംഭവമുണ്ട്, അങ്ങനെ പല സംഭവമുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ഓർഡർ ചെയ്തതാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് എപ്പോഴും ബാത്റൂമും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ കഴുകേണ്ടതല്ലേ. അപ്പൊ നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ ഇതിലൂടെ ഹെൽപ്ഫുൾ ആണെന്നുള്ള ഇത് കണ്ടു ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. അപ്പൊ ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത് എങ്ങനെ വാങ്ങിച്ചു എന്നുള്ളത് പറയാം. ഇത് ഞാൻ വാങ്ങാനായിട്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിന്റെ തന്നെ കുറെ വെറൈറ്റി ഐറ്റംസ് ഇതുപോലത്തെ കുറെ കമ്പനീസിന്റെ കണ്ടു. പക്ഷെ ഞാൻ ഓൾറെഡി അഗാരോന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് എനിക്ക് ഓക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അതിലൊരു വിശ്വാസം ഉണ്ട്. അത് മാത്രമല്ല, റേറ്റിംഗ് നോക്കിയപ്പോൾ ഇതിന്റെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് ഉണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞേക്കണതും ഇതിന്റെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അഗാരോ ബ്രാൻഡിന്റെ തന്നെ വാങ്ങിച്ചത് കേട്ടോ. ഇന്നൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇതിന് ശരിക്കും MRP വരുന്നത് 5,999 ആണെങ്കിലും ഞാൻ വാങ്ങിച്ചത് ഒരു 2000 ചില്ലാൻ രൂപയ്ക്കാണ് കേട്ടോ. ഇതിന്റെ MRPയുടെ അതേ റേറ്റ് വരുന്നില്ല. ആമസോണിൽ ഇതിലൊക്കെ നോക്കുമ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ. MRP കണ്ട ആരും ഞെട്ടണ്ട. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. ഇത് ബാത്റൂം ക്ലീൻ ചെയ്യാനും ബാത്ത് ടബ് ക്ലീൻ ചെയ്യാനും സ്റ്റോൺ ടൈലുകൾ, ഫ്ലോർ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് ക്ലീനിങ് മാത്രമല്ല, ഒരു പോളിഷ് ലുക്ക് തരും എന്നാണ് പറയണേ. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ നല്ല പവർഫുൾ ആണ് ഐറ്റം. ഫ്ലോറും ടൈലും മാത്രമല്ല, കാറിന്റെ ടയേഴ്സ് പോലും ക്ലീൻ ചെയ്യാൻ പറ്റും. കാർ ടയേഴ്സും അങ്ങനെ ഒട്ടുമിക്ക സംഭവങ്ങൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. വെറ്റായിട്ട് കിടക്കുന്ന സർഫേസിൽ പോലും ഇത് നല്ല സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ വലിപ്പം ഈ ഒരു കാണുന്ന വലിപ്പമല്ല, ഇതിന്റെ ഉള്ളിൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നീട്ടത്തിലാക്കി എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കുനിയാണ്ടൊക്കെ ഫ്ലോർ വൃത്തിയാക്കാൻ പറ്റും. അല്ല, കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ ഒരു ഇതിനാണെന്ന് ലോ സ്പീഡും ഹൈ സ്പീഡ് നല്ലോണം ഇതുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ മാനുവൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടൈം സേവിങ്ങും ആണ്, കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്നാണ് ഇവര് പറയണത്. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ആണോ നോക്കാം. ഇനി ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 2500 ആണ്. പിന്നെ ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പൊ ഇതിൽ സി ചാർജിങ് ആണ്, സി ചാർജിങ് കേബിൾ ആണ് വരുന്നത് കേട്ടാ. പിന്നെ ബാറ്ററി വരുന്നത്, അതായത് നമ്മളൊരു 3-4 മണിക്കൂർ ചാർജിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 90 മിനിറ്റ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് 3-4 മണിക്കൂർ ബാറ്ററി, അതായത് നമ്മൾ 3-4 മണിക്കൂർ ഇത് ഫുള്ള് ചാർജ് ആവാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ 90 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വാറന്റി വരുന്നത് 1 വർഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഈ പേര് വെച്ച് അങ്ങോട്ട് സെർച്ച് ചെയ്താൽ മതി, അഗാരോ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ കേട്ടോ. അത് മൾട്ടി യൂസ് ആണ് കേട്ടോ. വെറുതെ ഒരു ഫ്ലോർ മാത്രമല്ല, ഒരുപാട് യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കിയാലോ. അപ്പൊ ഇത് തുറക്കുമ്പോ ഇതിനുള്ളില് ഇങ്ങനെയാണ് വരുന്നത്. ദാ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കണ്ടോ, എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ അങ്ങനെയല്ല. കണ്ടോ, ബ്രഷുകൾ തന്നെ നോക്കൂ, ഇത്ര അധികം ബ്രഷുകൾ വരുന്നുണ്ട്. ഇത് ഓരോരോ സർഫേസുകൾ ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ബ്രഷുകൾ വരുന്നുണ്ട്. പിന്നെ ലെങ്ത് കൂട്ടണ സാധനം വേണ്ടി. അപ്പൊ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നോക്കിയിട്ട് ക്ലീനിങ്ങും കൂടി നോക്കി നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ വിഷയം വരുന്നത്. നല്ല കവറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് പാക്കിങ്. നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം വരുന്നത്. കണ്ട, പവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും പവറും ഇതുമ്മയാണ് കേട്ടാ. ഗുഡ്. ഇതാണ് കറങ്ങ.
ഉണ്ടോ ഉണ്ടോ ഒരു തവണ ഞെക്കുമ്പോൾ ഓണാവും, പിന്നെ ഞെക്കുമ്പോൾ സ്പീഡ് കുറയും, പിന്നെ ഓഫാവും. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ മെഷീൻ ഒന്ന് വരുന്നുണ്ട്. അപ്പം അടുത്തടുത്ത സംഭവങ്ങൾ നോക്കാം നമുക്ക്. ചാർജ് ചെയ്യുന്നത് എവിടെയാന്ന് കാണിച്ചില്ലല്ലോ, അതാ ഇവിടെയാണ് കേട്ടോ ചാർജ് ചെയ്യുക. നമ്മുടെ സി ടൈപ്പ് കേബിളാണ്, സാധാ മൊബൈലിൻ്റെ കേബിൾ പോലെ തന്നെ, ചാർജിങ് കേബിൾ പോലെ തന്നെ ഇതിവിടെ കുത്തിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. കണ്ടോ, ഇവിടെയാണ് കേട്ടോ ചാർജിങ്ങിൻ്റെ സംഭവം വരുന്നത്. അതിങ്ങനെ ഒരു സംഭവം വെച്ച് അടച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തുറന്ന് ചാർജിലിടാൻ പറ്റും. അടിപൊളി സംഭവം അല്ലേ, കാണാൻ ലുക്കും ഉണ്ട്. പിടിക്കാനായിട്ട് കണ്ടോ ഇവിടെ ഒരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പം ഇവിടെയാണ് കേട്ടോ ചാർജിങ് കേബിൾ കുത്തേണ്ട സ്ഥലം. പിന്നെ അതാ അത് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെയുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതൊക്കെയാണ്. സ്ക്രബ് ചെയ്യാൻ പറ്റിയതാ പല ടൈപ്പിലുള്ള ബ്രഷുകൾ കണ്ടോ. ഇതാ സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ടോ. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ഓരോന്നിനും ഓരോരോ സംഭവങ്ങളുണ്ട് കേട്ടോ. അതാ സ്പോഞ്ച് പോലത്തെ, അതാ അത്ര സ്മൂത്ത് അല്ലെങ്കിലും ഇടത്തരം സ്മൂത്ത് ആയിട്ടുള്ള സംഭവം. പിന്നെ പല പല ബ്രഷുകൾ. ഇത് നോക്ക്, ചെറിയ സ്ഥലമാണെന്ന് വെച്ചാൽ ഇപ്പോൾ വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ കോർണറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കണ്ടോ, അങ്ങനെ പല ടൈപ്പ് ബ്രഷുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഓരോന്ന്, ഇതെന്തിനാണെന്നറിയോ, ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ സംഭവം ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഡബിൾ ടേപ്പ് ചെയ്തിട്ടാന്ന് തോന്നുന്നു ഇത് പിടിപ്പിക്കാം. അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. പിന്നെ അതാ ചാർജറും വരുന്നുണ്ട് കേട്ടോ. ചാർജ് ചെയ്യണ സി ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. ഇതിലൊരു അഡാപ്റ്റർ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പം എല്ലാ സംഭവവും ഉണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ആ ഒരു ബോക്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഓരോരോ ബ്രഷുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഫ്ലോറും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി നിരത്തി വെച്ചു എന്നുള്ളൂ. ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. ഇനി ഇതിൽ ഓരോ സംഭവങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ ഓരോരോ ബ്രഷുകളായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ വലിയ ബ്രഷ് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് യൂസ് ചെയ്യണത് ബാത്റൂമിൻ്റെ ഫ്ലോറും ഈ സൈഡിലത്തെ ചുമരൊക്കെ ക്ലീൻ ചെയ്യില്ലേ, അങ്ങനെ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ക്ലീൻ ചെയ്യാനാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യണേ കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. അതായത് നമ്മുടെ ഈ പവർ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ സ്പീഡ് ഇങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും നിർത്താനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതുമ്പോൾ ഊരിയെടുക്കാൻ ഇത്രയ്ക്കുള്ള പരിപാടി ഉള്ളൂ കേട്ടോ. അതുമൊന്ന് പിടിച്ചൊന്ന് വലിച്ചാൽ മതി, സുഖമായിട്ട് ഊരിക്കിട്ടും. വെക്കാനാണെങ്കിലും അതിൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഇതുപോലെ അമർത്തി കൊടുത്താൽ മതി, സുഖമായിട്ട് വെക്കാനും പറ്റും കേട്ടോ. അടുത്തത് വരുന്നത് ഇതാണ്. ഇത് നേരത്തെ ബ്രഷിന്റെ തന്നെ ചെറിയ വേർഷനാണ്. ചെറിയ ഏരിയ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മുടെ വാഷ് ബേസിനോ സിങ്കോ അങ്ങനെ എവിടെ വേണേലും ക്ലീൻ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ കോർണറുകൾ വരില്ലേ, നമ്മുടെ 2 ടൈല് കൂടി ഒട്ടിക്കുന്ന കോർണറുകൾ, അതുപോലെ വാഷ് ബേസിന്റെ താഴത്തെ ആ ഭാഗം, അങ്ങനത്തെ ഭാഗമൊക്കെ കഴുകാനായിട്ട് നല്ല സംഭവമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ സംഭവം വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടിക്കുന്ന ടൈപ്പ് കുറച്ച് സംഭവങ്ങളാണ് കാണുന്നേട്ടാ. ഇങ്ങനെ കുറേ ബ്രഷുകൾ ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഏരിയാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ഓരോന്നും നമുക്ക് അതും ഒട്ടിച്ചു നോക്കാം. ഈ ഓരോ സംഭവങ്ങളും അതും ഒട്ടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇതുമ്മ പിടിക്കും, പിന്നെ അതിങ്ങനെ വിട്ടു പോരില്ല. അതുമ്മ പിടിച്ചിരുന്നോളും. ഊരിയെടുക്കാനും എളുപ്പമാണ്. വെറുതെ ഒന്ന് ഇതുപോലെ കൈകൊണ്ട് നല്ല ശക്തിയിൽ വലിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോകുന്നോളും. ക്ലീൻ ചെയ്യാം. ഈ ടോപ്പ് സ്റ്റവിന്റെ മുൾഭാഗം, ഓവന്റെ മുൾഭാഗം അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം. ഇതുകൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ, പിന്നെ ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചിടുന്നുണ്ട് കേട്ടോ സ്പീഡ്. നമ്മളിത് ഉരയ്ക്കുമ്പോൾ തന്നെ ഇതുമ്മത്തെ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കണമെങ്കിൽ, ഇപ്പോൾ ഇതുമ്മ ഒട്ടിപ്പിടിച്ചിരിക്കണില്ല, ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അപ്പം ക്ലീൻ ചെയ്യണതുകൊണ്ട്. അല്ല ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിലൊക്കെ വീണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പം ഇതും അധികം ചെളിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബർണറൊന്നും എടുക്കാത്ത കേട്ടോ.
ഇങ്ങനെയാണ് ഈ ഒരു ഇത് വെച്ചിട്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ നല്ല സെറ്റപ്പായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് നമ്മുടെ വുഡൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. അടുത്തതും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അത് നമ്മുടെ കാറിന്റെ മോൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനേ, കാറിന്റെ പുറം ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാന്ന് എനിക്ക് തോന്നിയത്. ഗ്ലാസും ക്ലീൻ ചെയ്യാൻ തോന്നുന്നുണ്ട്. അത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗ്ലാസും അങ്ങനെ കോറൽ കാര്യങ്ങളൊന്നും വീഴില്ല. നല്ല അടിപൊളി സാധനമാണ്. ഇത് നാലും നല്ല സൂപ്പറാണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതും നമുക്ക് അതും അറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. വെറുതെ ഒന്ന് കീറി ഇങ്ങോട്ട് എടുക്കുക, അറ്റാച്ച് ചെയ്യുക അങ്ങനെ. പിന്നെ ഇതിന്റെ ഒപ്പം ഒരു ഹാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് എന്തോരം ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. 2 ഹാൻഡിലുകളാണ് കേട്ടോ ഇതിന്റെ ഒപ്പം കിട്ടണേ. ഇതുപോലെ സുഖമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഹാൻഡിലുമ്പോൾ ഞാൻ മറ്റേ ഹാൻഡിൽ അറ്റാച്ച് ചെയ്തു കൂട്ടാ. ഇനി നമുക്ക് ഇത് മെഷീനിലേക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടാ. ഇതുപോലെ തിരിച്ചു കൊടുത്താൽ മതി, സുഖമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും ലെങ്ത് ഉള്ള മെഷീൻ ആക്കിയത്. ഇനി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നൊന്ന് നോക്കാം. ഇത് ഇങ്ങനെ ആയതുകൊണ്ടേ നമുക്ക് എത്താത്ത ഏരിയയിലുള്ള ഗ്ലാസ് ഡോറുകളുടെ മോൾ ഭാഗം, ബാത്റൂമിന്റെ മോൾ ഭാഗം, അതുപോലെ ഫ്ലോർ തന്നെ നമുക്ക് അറ്റത്തേക്കൊന്നും നീങ്ങി നിൽക്കാതെ തന്നെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാം കേട്ടാ. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടാ. അപ്പൊ നമ്മുടെ അഗേരോന്റെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ അടിപൊളി സാധനമാണ്. പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പ്രൊഡക്റ്റ് എന്തായാലും ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാട്ടാ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.